മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിടുതലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചിന്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ ചിന്തിച്ച് മനുഷ്യൻ്റെ പെർവേർട്ട്നെസ് അല്ലെങ്കിൽ അവനെ എപ്പോഴും തെറ്റിപ്പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ തുടർമാനമായിട്ട് ചിന്തിക്കുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം ഇത് കേട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഫൊർഗീവ്നെസ്സും അതുപോലെ ആ റിപ്പൻറ്റൻസും നമുക്ക് വരുന്നത്. അതെത്തുന്നവരെ ഇതിൻ്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് റിപ്പൻറ്റൻസും ഫൊർഗീവ്നെസ്സും എത്തുന്നിടം വരെ നമ്മളിത് പറഞ്ഞിട്ടാണ് നമ്മൾ പവർ ഓഫ് സാൽവേഷനിലേക്ക് കയറുന്നത്. നമ്മൾ അവിടെ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ അങ്ങോട്ട് വിടുതലായി. മനുഷ്യൻ്റെ സിറ്റുവേഷനാണ് അതുവരെയും പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പവർ ഓഫ് സാൽവേഷനിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിടുതലാവും. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. ഇന്ന് വീണ്ടും തന്നെ ഇത് തന്നെ ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:1-6 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളെ കണ്ണ് തുറക്കുകയും നിങ്ങൾ തന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തന്നു. ഇതിനകത്ത് ഈ ഭാഗം വീണ്ടും എടുത്ത് പറയാനായിട്ടുള്ള കാരണം, ഈ രീതിയിൽ ഹവ്വായിൽ കൂടി ലോകത്തിൽ പാപം വന്നു കയറി. ഇവിടെ എന്താ കണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം കാണുന്നത് ദൈവത്തിനെതിരായിട്ട് പറയുന്ന എല്ലാ ദൂഷണ വാക്കുകളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ആരാ ദൈവത്തെക്കുറിച്ചുള്ള ദൂഷണവാക്കുകൾ പറയുന്നത്? ദൈവത്തെക്കുറിച്ച് എപ്പോഴും ദൂഷണവാക്ക് പറയുന്ന പിശാചാണ്. ഇന്ന് നമുക്കറിയാം, നമ്മൾ സാഹചര്യങ്ങൾ പലതും ദൈവത്തിന് അഗൻസ്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗവൺമെൻറ്റുകൾ പലതും ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലകൾ പലതും ദൈവത്തിന് അഗൻസ്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളും ദൈവത്തിന് അഗൻസ്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പോകുന്ന പല സഭായോഗങ്ങളെ പഠിപ്പിക്കൽ പലതും വേദത്തിന് വിപരീതമായിട്ടുള്ളതാണ് എന്ന് പറയേണ്ട. എല്ലാം ഏതൊക്കെ നോക്കിയാലും അതൊക്കെ ഇന്ന് ദൈവത്തിന് സ്ലോണ്ടർ എന്ന് വെച്ചാൽ ലിസണിങ് ടു ദ സ്ലോണ്ടേഴ്സ്, അത് ലിസൺ ചെയ്യാനായിട്ട് നമ്മൾ പോകും. അന്നേരം എന്താ, പള്ളിയിൽ പോകരുത്, സഭായോഗത്തിന് പോകരുത്, വിദ്യാഭ്യാസത്തിന് പോകരുത്, മാർക്കറ്റിൽ പോകരുത്, ഇങ്ങനൊന്നും പോകരുതെന്നാണോ ബ്രദർ പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. അല്ല, അതിനാണ് നമുക്ക് വിവേചന ശക്തി വേണം. ഏതൊക്കെ വേണം, ഏതൊക്കെ വേണ്ടെന്ന് തീരുമാനിക്കണം. ഇവിടെ നമുക്കറിയാം, ആ തോട്ടത്തിൽ ദൈവവുമായിട്ടുള്ള റിലേഷനിൽ ദേ ആർ വെരി ഹാപ്പി. അവർ വലിയ സന്തോഷത്തിലാണ് ജീവിച്ച്, അവർ സ്വാതന്ത്ര്യം അനുഭവിച്ച് സന്തോഷത്തിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് ജീവിച്ചത്. എന്നാൽ ഈ കൂട്ടായ്മയിൽ ജീവിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല എന്ന് അറിയാം. ഇതേ കാര്യമാണ് ഇപ്പോഴും ഉള്ളത്. നമ്മൾ സന്തോഷത്തോട്, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഹാപ്പിയായിട്ട് ആരാധനയിലൊക്കെ സംബന്ധിച്ച് സന്തോഷത്തിൽ ജീവിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതിനുവേണ്ടി പലതരമായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള പല സ്ലാണ്ടേഴ്സ് പല സ്ഥലങ്ങളിൽ നിന്ന് പിശാച് കൊണ്ടുവരും. ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താ ദൈവം പറഞ്ഞിരിക്കുന്നത്? അത് പറഞ്ഞിരിക്കുന്നത് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന കാര്യവും ദൈവത്തിൻ്റെ വചനവും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ കാണുന്നത്, ഹവ്വ ആദ്യം സംശയം ഉളവാക്കുകയായിരുന്നു പിശാച് ചെയ്ത്, ദൈവത്തിൻ്റെ വചനത്തിലുള്ള സംശയം. ഇത് നമുക്കറിയാം, ഈ അനേകം സഭകൾ ലോകത്തിലുണ്ട്.
ഇന്ന് അനേകം ഡിനോമിനേഷൻസ് ഉണ്ട്, സഭകളുണ്ട്. എല്ലാം പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ദൈവം സ്നേഹമാണ്, ദൈവത്തെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. ആ ഒരു അൾട്ടിമേറ്റ് പോയിൻ്റ് സെയിമാണ്. എന്നാൽ അതിലേക്കുള്ള ഡിഫറൻ്റായിട്ടുള്ള വഴികളും അതിൽ കൂടിയുള്ള ആ ദൈവവചനത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും പല രീതിയിൽ ഇന്ന് കൊണ്ടുവന്ന് പിശാചിന് അവിടെ എല്ലാം ഒരു ഇടം കൊടുക്കുന്ന അനുഭവത്തിലാക്കി. അത് ആരാ ചെയ്ത? ദൈവമൊന്നുമല്ല, ഏതാ മനുഷ്യൻ തന്നെ ചെയ്തേ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരോ നമ്മളോ ഒക്കെ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ വചനത്തെ സംശയിക്കുക. ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുവരുന്നത്? പ്രോഗ്രസീവായിട്ട് ശാസ്ത്രം ഡെവലപ്പ് ചെയ്തു, ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്തു. ചരിത്രങ്ങളെ നമ്മൾ നോക്കിയാൽ അറിയാം, പല കാര്യങ്ങളും ഇങ്ങനെ ശാസ്ത്രം ആഡ് ചെയ്തനുസരിച്ച് ദൈവത്തോടുള്ള ഡൗട്ടും ദൈവത്തോടുള്ള സംശയങ്ങളും ദൈവം പറഞ്ഞതിനുള്ള ഇങ്ങനെ ഗ്രാജുവലി കൂടി നേരത്തെ ഉള്ളതിനൊക്കെ മൂർധന്യ അവസ്ഥയിൽ വന്നു. ഞാൻ ആദ്യം ബൈബിൾ പഠിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത്, ഈ മലാഖി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 400 വർഷം ഒരു ഡാർക്ക് ഏജ് ആയിരുന്നു, അതായിരുന്നു ഏറ്റവും വലിയ ഡാർക്ക് ഏജ്. എന്നാൽ ഇപ്പം മനസ്സിലാക്കുന്നത് അതിനേക്കാളും വലിയൊരു ഡാർക്ക് ഏജിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവുണ്ട് എന്നുള്ളൊരു കാര്യം ഒഴിച്ചാൽ വലിയൊരു ഡാർക്ക് ഏജിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. കാരണം ഏതൊക്കെ ചിന്തകളാണ് മനുഷ്യനെ ഇന്ന് തെറ്റിച്ചുകൊണ്ട് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. കാരണം ഇതെല്ലാം പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഡൗട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവിടെ സാക്ഷാൽ ഇത് കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഹൗവ കുടുങ്ങിപ്പോയതായിട്ട് കാണുന്നു. ഡൗട്ടിങ് ഗോഡ് വേർഡ് ആൻഡ് ഹിസ് ലവ്. ദൈവം നിത്യ ദൈവമാണ്, അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്, ഞങ്ങളെ കരുതുന്ന ദൈവമാണ്, അവൻ ദൈവം കൽപ്പിച്ചതൊക്കെ യെസ് ആണ് എന്ന് പറയാനായിട്ട് ഇന്നും നമുക്ക് വലിയ പ്രയാസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പല കാര്യങ്ങൾ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കമ്പയർ ചെയ്താണ് ഇതൊക്കെ നോക്കുന്നത്. വേറൊരു മനുഷ്യനെ ഏറ്റവും വലിയൊരു കാര്യം ഇന്ന് കാണുന്നത്, മൂന്നാമത്തെ കാര്യം, ആദ്യം പറഞ്ഞ ലിസണിങ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ഗോഡ്, ദൈവത്തിന് അഗൻസ്റ്റായിട്ടുള്ള പരദൂഷണങ്ങൾ നമ്മൾ കേൾക്കുന്നു. രണ്ടാമത് ദൈവത്തിൻ്റെ വചനത്തെ അവൻ്റെ സ്നേഹത്തെ നമ്മൾ ഡൗട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഡെലിവറൻസിന് ഇൻട്രൻസായി നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കുക, ഡെലിവറൻസിന് ഇൻട്രൻസായി നിൽക്കുന്ന കാര്യങ്ങളാണ്. 3, ലുക്കിംഗ് ഓഫ് വാട്ട് ഹി ഹാഡ് ഫോർബിഡൻ. എന്ത് ചെയ്തെന്ന് പറഞ്ഞു അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കും. അപ്പോൾ ഈ പിള്ളേരുടെ നമ്മൾ ചില കാര്യങ്ങൾ നീ അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ക്യൂരിയസ് അല്ലേ, അത് എന്തുവാ അത് പറയാനുള്ള കാര്യം, അത് തന്നെ ചെയ്യാൻ വേണ്ടി അവർ പോകും അല്ലേ. കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമാണ് അത് നീ അങ്ങോട്ട് ആ റൂമിൽ കയറരുതെന്ന് പറഞ്ഞാൽ ആ റൂമിൽ എന്ത് വന്നാലും അത് കയറിയിരിക്കും. കാരണം അത് അങ്ങനെ ഒരു സ്പിരിറ്റാണ് ഉള്ളിലുള്ള. ചെയ്യലെന്ന് പറഞ്ഞാൽ ചെയ്യുക, മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. ലുക്കിംഗ് അറ്റ് വാട്ട് ഹി ഹാഡ് ഫോർബിഡൻ. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ നോക്കും. ദോഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുതെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഒരു ദോഷമുണ്ട്, ഒരു ദുഷ്ടതയുണ്ട്, അത് ദുഷ്ടതയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അത് ചെയ്തെങ്കിലേ അടങ്ങുള്ളൂ. അത് മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ്. എന്താണ്? പാപം ഉള്ളിൽ വസിക്കുന്നു. പാപത്തിൻ്റെ ഒരു പ്രമാണം എൻ്റെ അവയവങ്ങളിലുണ്ട് എന്ന് പൗലോസ് പഠിപ്പിച്ചതുകൊണ്ടാണ്. ഞാൻ അറിയാത്ത ഒരു പ്രമാണം എൻ്റെ ഉള്ളിലുണ്ട്, അതെന്നെ ഇങ്ങനെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് അന്ന് കയറിയതാ, ഹവ്വായിൽ കൂടെ കയറിയ സാധനമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഒരു നേച്ചറാണ് ലുക്കിംഗ് അറ്റ് വാട്ട് ഗോഡ് ഹാസ് ഫോർബിഡൻ. ഇന്ന് അങ്ങനെ ഫോർബിഡനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള ഒരു കാര്യത്തെ നോക്കുക പോലും പാടില്ല. അതിലേക്ക് നോക്കാനായിട്ട് മനുഷ്യന് ഇന്ന് വലിയൊരു താല്പര്യമാണ്. അതിനോട് ചേർന്ന് തന്നെ 4ാമത്തെ ഒരു പോയിൻ്റാണ് ലെസ്റ്റിംഗ് ഫോർ വാട്ട് ഗോഡ് ഹാസ് പ്രൊഹിബിറ്റഡ്. ഫോർബിഡനും പ്രൊഹിബിറ്റഡ്, അത് ചെയ്തതെന്ന് പറഞ്ഞ കാര്യം പ്രൊഹിബിറ്റഡ്, നിഷേധിച്ചിരിക്കുക, അത് തുടരുത്, അങ്ങോട്ട് പോരെന്ന് പറഞ്ഞാൽ അത് ചെയ്തേ അടങ്ങുള്ളൂ. അത്രയ്ക്ക് ലെസ്റ്റിംഗ് ആണ്. ഇത് ആര് കൊണ്ടുവരുന്നത്? ഇത് പിശാച് കൊണ്ടുവരുന്നതാണ്. പിശാച് നമ്മുടെ ഹൃദയങ്ങൾ പാപവുമായിട്ട് വരുന്ന ഒരു ചിന്തയാണ്. 1 യോഹന്നാൻ 2:16 ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രേ. അപ്പോഴിത് ജഡമോഹം, നമ്മുടെ ഫ്ലഷിൻ്റെ ഡിസയർ, ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. അതുപോലെ തന്നെ കൺമോഹം, ലെസ്റ്റ് ഓഫ് ദ ഐസ്, ഇതെല്ലാം ലെസ്റ്റാണ്. 3ാമത് ജീവനത്തിൻ്റെ പ്രതാപം, പ്രൈഡ് ഓഫ് ദ
ലൈഫ്. ഇത് മൂന്നും ദൈവത്തിൽ നിന്നുള്ള അല്ല, ലോകത്തിൽ നിന്നത്രേ. ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം. പല നമ്മുടെ പ്രാർത്ഥനകളും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലേ? നിങ്ങളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദൈവഹിതത്തിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിനറിയാം നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ ഏറ്റവും ടോപ്പ് ആവുക എന്നുള്ളതായിരിക്കാം. എനിക്കറിയത്തില്ല, ആയിരിക്കാം. ചിലപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ശിപ്പായി ആയിട്ട് തന്നെ അവിടെ പ്യൂണായിട്ട് തന്നെ വർക്ക് ചെയ്യണം, അതായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം. നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ആ ദൈവസേനയിൽ ഇരുന്ന് നമ്മൾ നോക്കണ്ട. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന, ദൈവമേ എന്നെ അവിടുത്തെ ഡയറക്ടറാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം ദൈവം ഒരു പ്രോഗ്രസീവ് ദൈവമാണ് എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മളെപ്പോഴും ക്ഷീണിച്ചിരിക്കത്തില്ല, നമ്മളെപ്പോഴും ഉയർച്ചയിലേക്ക് പോകണം. പഴയ നിയമത്തിൽ നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല എന്നൊക്കെയുള്ള വാക്യങ്ങൾ കോട്ട് ചെയ്ത് നമ്മളങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവമേ, ഞാൻ ശിപായി ആയിരുന്നു, എന്നെ നീ എത്രയും പെട്ടെന്ന് തന്നെ നീ എന്നെ മാനേജറാക്കണമേ എന്ന് പ്രാർത്ഥിക്കും, അല്ലേ? എന്താ അവിടെ സംഭവം? ശരിക്കുമുള്ള എന്താണ് അവിടെ? എന്താ അതിനകത്ത് ആക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. നീ മാനേജറായാലും ശിപ്പായി ആയാലും ദൈവത്തിന് എന്തോ ഉള്ളത്? ദൈവം നിന്നെ സ്നേഹിക്കുന്നു. മാനേജറാണെങ്കിലും നിന്നെ സ്നേഹിക്കുന്നു, നീ ശിപ്പായി ആണെങ്കിലും ദൈവം സ്നേഹിക്കുന്നു. എന്നാൽ നീ ശിപ്പായി ആയിരിക്കുമ്പോഴായിരിക്കും നിനക്ക് കൂടുതൽ ആളുകളുമായിട്ട്, പബ്ലിക്കുമായിട്ടുള്ള ബന്ധം വരുന്നത്. ആ ഓഫീസിൽ വരുന്ന പല ആളുകളുമായിട്ട് നീ ബന്ധപ്പെടുന്നു. അതായിരിക്കും ചിലപ്പം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് ചിലപ്പം ദൈവം, നീ ദൈവഹിതത്തിൽ നിന്നാണെങ്കിൽ ചിലപ്പം നിന്നെ ശിപായി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും കുറേ നാളത്തേക്ക്, ദൈവത്തിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യാനായിട്ടാണ്. ഇത് പറയുമ്പം വിശ്വാസികളായിട്ടുള്ള ചിലരെങ്കിലും എന്നോട് എഗൻസ്റ്റായിട്ട് പറയും, സഹോദരൻ ഞാൻ അങ്ങനെ അങ്ങ് ഇരുന്നാൽ മതിയോ എന്നുള്ളത് എപ്പോഴും പറയും. എന്നാൽ ദൈവം നിന്നെ സൃഷ്ടിച്ച് ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ട ദൈവത്തിനറിയാം നിന്നെ ശിപായി ആക്കണോ മാനേജറാക്കണോ എന്ന്. നീ അത്യത്വത്തിൽ വിശ്വസ്തനായാൽ നിന്നെ അധികത്തിൽ വിചാരനാക്കും എന്ന് ബൈബിളിൽ യേശുക്രിസ്തു ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്കും. ആക്കില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. എന്നാൽ നീ ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെട്ട് നിൽക്കുക. നീ എപ്പോഴും ആ മാനേജറുടെ കസേര നോക്കിക്കൊണ്ടിരിക്കുകയല്ല ആവശ്യം. അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അല്ല, നിന്റെ വ്യൂ വ്യത്യാസമാണ്. പ്രൈഡ് ഓഫ് ലൈഫിലേക്കുള്ള നിന്റെ വ്യൂ, നിന്നെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന വ്യൂവും തമ്മിൽ രണ്ടാണ്. നിന്റെ എപ്പോഴും ചിന്ത രാവിലെ എന്നെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ മാനേജറാക്കണേ, ദൈവമേ എന്നെ മാനേജറാക്കണമേ. ഇതാണ് പ്രാർത്ഥന. വാട്ട് ഈസ് യുവർ പർപ്പസ്? മാനയുടെ ലൈഫിൽ ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അവിടെ വെത്തുന്ന ആളുകൾ താഴെ പല കാര്യങ്ങളും ചെയ്തങ്ങ് പോവും. അവിടെ വരുന്ന പബ്ലിക് കോണ്ടാക്റ്റ് കുറവായിരിക്കും. ഓക്കെ, അന്നേരം അവിടെയുള്ള റെസ്പോൺസിബിലിറ്റിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ താഴെ ലെവലിൽ നീ ചെയ്യുന്നുണ്ട്. പണ്ടൊരു ഒരു ഒരു ഇവാലുവേഷൻ, ദൈവം ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ദൈവം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുമായിരുന്നു. ആ പ്രോജക്റ്റ് ചെയ്തപ്പോൾ ദൈവം ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് വേണ്ടി വില കൊടുക്കാനായിട്ട്, എന്ന് വെച്ചാൽ അവർക്ക് റിവാർഡ് കൊടുക്കാൻ തീരുമാനിച്ച് എല്ലാവരും അവരുടെ ജോലിയൊക്കെ ചെയ്തു. എല്ലാവരും വിചാരിച്ചു അവിടെ ഏറ്റവും കൂടുതൽ വലിയ കാര്യം ചെയ്തവർക്ക് പ്രൈസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കാത്തിരുന്നു. എന്നാൽ ദൈവം സെലക്ട് ചെയ്തത് ആരെയാണെന്നറിയാമോ? അവിടെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. ആ കാളവണ്ടിയുടെ ഓണറേ അല്ല ചെയ്തത്, ആ കാളയ്ക്ക് വൈക്കോല് കൊടുക്കാൻ വന്ന സ്ത്രീയെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് സെലക്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ഏറ്റവും താഴെയുള്ള ആൾ, കാളയ്ക്ക് വൈക്കോല് കൊടുക്കാനായിട്ടുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ വൈക്കോല് അവർ ഫെയ്ത്ത്ഫുള്ളായിട്ട് നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട് കാള അത് തിന്നു. കാള തിന്നുകൊണ്ട് കാളയ്ക്ക് ആരോഗ്യം വന്നുകൊണ്ട് അത് ക്യാരി ഓവർ ആ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റി. ആ സാധനങ്ങൾ അവിടെ ചെന്നതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം മേലോട്ട് പ്രോഗ്രസ് ആയി. അന്നേരം അതിൻ്റെ ഏറ്റവും ദൈവം വാല്യൂ ചെയ്തതിൻ്റെ റൂട്ട് കോസ് ആ കാളയ്ക്ക് തീറ്റ കൊടുത്ത ആ സ്ത്രീക്കാണ് ഏറ്റവും റിവാർഡ് കൊടുത്തതെന്നാണ് ഞാനൊരു കഥയായിട്ട് കേട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. ഹീസ് എന്താ ആദ്യവും അവസാനവും അറിയുന്ന ദൈവമാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ദൈവം ചിന്തിക്കുന്നത്. അപ്പോൾ അഞ്ചാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് തരിക. അഞ്ചാമത് ഡിസൊബെയിങ് ഗോഡ്സ് കമാൻഡ്.
ദൈവം പറഞ്ഞത് വിൽഫുള്ളായിട്ട് അനുസരിക്കാതിരിക്കുക. അത് ഈ 5 കാര്യങ്ങളാണ് ഏദൻ തോട്ടത്തിൽ നടന്നത്. ദൈവം പറഞ്ഞത് അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത്, ദൈവം പറഞ്ഞു അത് തിന്നരുതെന്ന് പറഞ്ഞു, പിന്നെ അത് നല്ലതാണോ ചീത്തയാണോ, അതിൽ നിന്ന് നോളജ് ഉണ്ടോ നോളജ് ഇല്ലയോ, നിങ്ങളുടെ ലോജിക്കൽ കൺക്ലൂഷൻ എന്തുവാ, നിങ്ങൾ എൻവയോൺമെൻറ്റ് അനുസരിച്ച് നോക്കിയോ, നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സംശയം കൊണ്ടുവന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഇന്നത്തെ സാഹചര്യം ഞാൻ ഈ പറയുന്നു. എന്ത് കിട്ടിയാലും ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ വചനമായാലും ഇരുന്ന് പോസ്റ്റ്മോർട്ടം അനാലിസിസ് ഉണ്ട്. അത് എവിടെ വെച്ച് എഴുതി, എപ്പോൾ എഴുതി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുമായിരുന്നു, അത് ഗുഹയെ വെച്ചാണോ എഴുതിയത്, പർവ്വതത്തിൽ വെച്ചാണോ എഴുതിയത്, അത് ആർക്ക് കൊടുത്തതാ, അത് ഇപ്പം ഉള്ളവർക്ക് കൊടുത്തതാണോ, അന്നത്തെ സാഹചര്യം എന്തുവാ, ഇന്നത്തെ സാഹചര്യം എന്തുവാ, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടം നടത്തി BD MDH ഒക്കെ കഴിഞ്ഞവരും പല പുസ്തകങ്ങൾ റെഫർ ചെയ്ത് അതെല്ലാം എഴുതി വെച്ച് അത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവസാനം എന്താണ്, അതിൻ്റെ കണ്ടൻസ് വ്യത്യാസപ്പെടുത്തി ഇന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവവചനത്തിലുള്ള ഇല്യൂമിനേഷൻ, ദൈവവചനത്തിൽ കൂടി കിട്ടുന്ന ഇല്യൂമിനേഷൻ, ഒരു വാക്യത്തിൽ നിന്ന് 100, 50, 150, 200 ഇല്യൂമിനേഷനൊക്കെ കിട്ടും. ഏത് രീതി വേണമെങ്കിലും കിട്ടും. നിൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാനാണ് ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നത്. അല്ലാതെ 10 പേർക്ക് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കാനായിട്ടല്ല തന്നിരിക്കുന്നത്, നിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട്. അതുകൊണ്ടാണ് കട്ടിളപ്പടിയിലും അവിടെ എല്ലാം എഴുതി വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം പഴയ അത് തന്നിരിക്കുന്ന അനുസരിക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ അനുസരിക്കുന്നവർക്കാണ് അത് ഉള്ളിലൊരു റെവലേഷനായി വരുന്നത്, വെളിപ്പാടായിട്ട് വരുന്നത്. അല്ലാത്തവർക്ക് തലയിലിരിക്കത്തേ ഉള്ളൂ. അവരതിങ്ങനെ എടുത്തിങ്ങനെ കീറി മുറിച്ച് അതിങ്ങനെയൊക്കെ ഒരു പ്രബന്ധമൊക്കെ ഉണ്ടാക്കി ഡോക്ടറേറ്റ് എടുക്കും, അത്രേ ചെയ്യുള്ളൂ. എന്നാൽ അത് തന്നിരിക്കുന്ന ഡോക്ടറേറ്റ് എടുക്കാനായിട്ടല്ല, നിൻ്റെ ഹൃദയത്തിലെ ഒരു വെളിപ്പാടിന് വേണ്ടിയാണ് ദൈവവചനം തന്നിരിക്കുന്നത്. നീ അത് അനുസരിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. എന്നാൽ ആദ്യം നമ്മുടെ പിതാവും മാതാവും അതനുസരിച്ചില്ല. അതിനകത്ത് മനോഹരമാണോ, അത് തിന്നാൽ ഇന്നത് വരുമോ, ആ പിശാച് പറഞ്ഞത് കൂടുതലായിട്ട് കേട്ടു. ഇതാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത്. നിൻ്റെയും എൻ്റെയും ഡെലിവറൻസ് ഇല്ലാതെ വരുന്ന ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തതിനകത്ത്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന് അഗൻസ്റ്റായിട്ടുള്ള സ്ലാൻഡേഴ്സ് കേൾക്കുക, ദൈവത്തിൻ്റെ വചനത്തെ ഡൗട്ട് ചെയ്യുക, ദൈവം ഫോർബിഡൺ ആയിട്ടുള്ളതിനെ നോക്കിക്കൊണ്ടിരിക്കുക, ദൈവം പ്രൊഹിബിറ്റ് ചെയ്തതിനെ ലെസ്റ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിലുള്ള പ്രതാപം, അതിനങ്ങ് ലെസ്റ്റ് ചെയ്യുക. 2 അവസാനം ദൈവത്തിൻ്റെ കമാൻഡ് ഡിസൊബേ ചെയ്യുക. ഇന്ന് ഈ 5 കാര്യങ്ങൾ കൂടിയാണ് ഉള്ള ശാപം മുഴുവൻ വന്നു കയറുന്നത്, ഉള്ള ബോണ്ടേജ് മുഴുവൻ വന്നു കയറുന്നത്, നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ഇത് വന്നു കയറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ വ്യക്തികൾ പോലും ബോണ്ടേജിലായിരിക്കുന്നത്. അതിൽ നിന്നൊരു ഡെലിവറൻസ് ഇല്ല. എന്താ ഡെലിവറൻസ് ഇല്ലാത്തത്? ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഈ കാര്യങ്ങൾ ഇതുപോലെ ഇരിക്കുക. അതുകൊണ്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വീണ്ടും പഠിപ്പിച്ചത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്ന കാര്യം അതാണ്. ഇതിനകത്ത് നിന്ന് ആ ഡെലിവറൻസ് വന്നേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ കമാൻഡ് ഡിസൊബേ ചെയ്യുന്ന അനുഭവം, ദൈവം പറഞ്ഞിരിക്കുന്ന അങ്ങ് കേൾക്കുക, അത്രേ ഉള്ളൂ. അത് യഹൂദന് എഴുതിയതാണോ, അതെന്താ ഇസ്രായേൽ മക്കൾക്ക് എഴുതിയതാണോ, അത് പുതിയ സഭയ്ക്ക് എഴുതിയതാണോ, ഇന്നൊക്കെ ശരിയാണ്, അതൊക്കെ ഉണ്ട്, ബൈബിളിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ മാറുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് അതിൻ്റെ വചനത്തിൽ കൂടി വരുന്നത്. അതങ്ങ് അസിമുലേറ്റ് ചെയ്യുക. അതാണ് പറയുന്നത് ഒബേ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം അതുപോലെ എടുക്കാനും അനുസരിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ തുടർമാനമായിട്ട് നമ്മൾ തീർന്നിട്ടുള്ള ഇത് വീണ്ടും ചിന്തിക്കണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ടേക്ക് അവേസ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ബോണ്ടേജുകളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, നിങ്ങൾക്കിന്ന് ജീവിതത്തിൽ ചില ഡെലിവറൻസ്, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും ചില അടിമത്വത്തിലിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് വിടുവാനായിട്ട് ഇന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഇതേ കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരിക്കലും ദൈവവചനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് ഞങ്ങളെ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. നീ എഴുതിയേക്കുന്ന വിശുദ്ധമാണ്. അതിലെ ഓരോ ലൈനിലും പരിശുദ്ധാത്മാവ് സഞ്ചരിക്കുന്നു, അതിൽ കൂടി വർക്ക് ചെയ്യുന്നതാണ്. അത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു റെവലേഷനായി, ഒരു ഇൻഫർമേഷൻ അല്ല കർത്താവേ,
ഒരറിവല്ല, അത് റെവലേഷനായി വെളിപ്പെടുമ്പോഴേ അവിടെയൊക്കെ രൂപാന്തരങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ അറിയുന്നു. അത് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങൾ സഹായിക്കണമേ. നിനക്കെതിരായിട്ട് എന്ത് പറയാമെന്നുള്ളതല്ല, നീ പ്രൊഹിബിറ്റ് ചെയ്തതും നീ ഫോർബിഡൻ ചെയ്തതും അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ടും അത് ലെസ്റ്റ് ചെയ്യാനായിട്ടും അല്ല കർത്താവേ. നിൻ്റെ വചനത്തെ ഡൗട്ട് ചെയ്യാതെ ഈ ദിവസങ്ങൾ അത് അനുസരിപ്പാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. ജഡമോഹം, കൺമോഹം, ജീവനത്തിനുള്ള പ്രതാപത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാതെ കർത്താവെ നിൻ്റെ കരങ്ങളിലെ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാനായി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ ഇന്ന് പല കാര്യങ്ങൾ പഴയ രീതിയിൽ റെസ്റ്റോർ ചെയ്യപ്പെട്ടിട്ടില്ല കർത്താവെ. നിങ്ങൾ എന്നോട് ചേർന്ന് ആ ഡിവൈസിലോട്ട് കൈനീട്ടി നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം വെച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് പല കാര്യങ്ങളും റെസ്റ്റോർ ചെയ്യാനായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, വലിയൊരു വിടുതൽ ആ കുടുംബത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാക്കളും മാതാക്കളും വലിയൊരു വിടുതൽ ആ കുടുംബത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്തവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് ഇത് കാണണം. നമ്മൾ ഡെലിവറൻസിൻ്റെ സ്റ്റെപ്പുകളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് കയറിയിട്ടില്ല. നമ്മളതിൻ്റെ റൂട്ട് കോസിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. തുടർമാനമായിട്ട് കാണുക. ഏതെങ്കിലും മിസ് ചെയ്തു പോയെങ്കിൽ നിങ്ങൾ പ്രീവിയസ് എപ്പിസോഡ് പോയി കാണണം. അതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നല്ലതായിരിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.